ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇൻകം ടാക്സ് നമ്മളുടെ MCOM 4 സെമസ്റ്ററിലുള്ള ഇൻകം ടാക്സ് തുടങ്ങുകയാണ്. മൊഡ്യൂൾ 1 ലെക്ചർ 1 ആണ് നമ്മൾ തുടങ്ങുന്നത്. അത് നോക്കുക. ഇന്ന് നമ്മൾ ടാക്സ് പ്ലാനിങ്ങിൻ്റെ സെക്കൻഡ് പോർഷനാണ്. ഫസ്റ്റ് പോർഷനാണ് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചത്. ഇത് സെക്കൻഡ് പോർഷനാണ്. നോക്കുക. ഇതിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അസസ്മെൻറ്റ് ഓഫ് ഫേംസ് ആണ്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ അസസ്മെൻറ്റ് ഓഫ് HUF പഠിച്ചിട്ടുണ്ട്. ഈ സെമസ്റ്റർ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ഫേംസ് മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, അസസ്മെൻറ്റ് ഓഫ് ഫേംസ് പാർട്ട്ണർഷിപ്പ് ഫേം ആദ്യം പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP ആൻഡ് BOI. ഓക്കെ, ദെൻ AMT ടാക്സ് പ്ലാനിങ് റിഗാർഡിംഗ് അസസ്മെൻറ്റ് ഓഫ് AOP ഓർ BOI. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ഫേംസ് ആണ്. ശ്രദ്ധിക്കുക, ഫേംസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്നതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പകരം അത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ഡെഫിനിഷൻ നിങ്ങൾ പണ്ട് +2 പഠിച്ചതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്നുള്ളതാണ് ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ്റെ അകത്ത് മാറ്റില്ല. പക്ഷേ ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയണത് പാർട്ട്ണർക്ക് എന്താവാം, മൈനർ ആവാം, അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എ പാർട്ട്ണർ ഓഫ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ ഫേം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഫേംസ് ഉണ്ടാവാം. ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, രണ്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ടാവും. അതിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അത് സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്യണതും ഉണ്ടാവാം, സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്യാത്തതും ഉണ്ടാവാം. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി, എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. പക്ഷെ നമുക്ക് അത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ ഉള്ളതാണെങ്കിലും അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള ഫേംസ് ആണെങ്കിലും അതിൽ രണ്ടും എന്ത് സംഭവിക്കാം, സെക്ഷൻ 184 ഓഫ് ഇൻകം ടാക്സ് ആക്ട് കംപ്ലൈ ചെയ്യുന്ന ലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടാവാം, കംപ്ലൈ ചെയ്യാത്ത ലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടാവാം. അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റിയിലും സെക്ഷൻ 184 കംപ്ലൈ ചെയ്യണതുണ്ടാവാം, ഫുൾഫിൽ ചെയ്യണതുണ്ടാവാം, അല്ലെങ്കിൽ സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്യാത്തത് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 184 എന്താണെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ആർക്കൊക്കെ പാർട്ട്ണർ ആവാൻ നോക്കാം. നമ്മൾ സാധാരണ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസ് മാത്രമാണ് നമ്മൾ വിചാരിക്കുക. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ധാരണയിലുണ്ടാവുക. പക്ഷേ അങ്ങനെ ഇൻഡിവിജ്വൽസ് മാത്രമല്ല, HUFനും ഒരു വേറൊരു ഫേമിൻ്റെ പാർട്ട്ണർ ആവാം, ഒരു ഫേമിന് വേറൊരു ഫേമിൻ്റെ പാർട്ട്ണർ ആവാം, ഒരു കമ്പനിക്കും വേറൊരു ഫേമിൻ്റെ പാർട്ട്ണർ ആവാം. ഓക്കെ, ഇനി നോക്കുക എന്താണ് സെക്ഷൻ 184. ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ 184 ഫോളോ ചെയ്യുന്ന ഫേംസ് ഉണ്ടാവാം, സെക്ഷൻ 184ൻ്റെ കണ്ടീഷൻസ് പാലിക്കാത്ത ഫേംസ് ഉണ്ടാവാം. അപ്പോൾ അത് പാലിക്കുന്നതായാലും പാലിക്കാത്തതായാലും തമ്മിൽ നമ്മളതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ സെക്ഷൻ 184 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ, ഒരു ഫേം ഷാൾ ബി അസസ്ഡ് ആസ് ഫേം only if the partnership is evidenced by an instrument. അതുപോലെ the individual shares of the partners are specified in that instrument. ഈ രണ്ട് കണ്ടീഷൻസും വേണം. ഈ രണ്ട് കണ്ടീഷൻസ് മാത്രമല്ല, താഴെ പറയാൻ പോകുന്ന കണ്ടീഷൻസൊക്കെ വേണം. ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ എന്താണ്, ഒരു ഫേമിനെ നമ്മൾ ഫേമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഫേമായിട്ട് അസസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണം. ഇതൊരു പാർട്ട്ണർഷിപ്പ് കമ്പനിയാണെന്നുള്ളത്. അതുപോലെ ആ ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് പറയണം, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓരോ പാർട്ട്ണറുടെയും ഷെയർ എത്ര എന്നുള്ളത് പറയും വേണം, സ്പെസിഫൈ ചെയ്യും വേണം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് എന്താണെന്നറിയോ, ഒരു സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, ഷാൾ അക്കമ്പനി ദ റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് ദ ഫേം. നമ്മൾ ഫേമിൻ്റെ ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സിക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മളുടെ ഇത്രയാണ് നമ്മളുടെ ഇൻകം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫയൽ ചെയ്യണമല്ലോ, നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമല്ലോ. ഓക്കെ, ഓരോരുത്തരും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാമെന്നാണ് പറയുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം, ഇത്രയാണ് ഞങ്ങളുടെ ഇൻകം, ഇത്രയാണ് ഡിഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂടെ എന്ത് വെക്കണം, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് വെക്കണം. നമ്മൾ ഏത് കൊല്ലമാണോ ടാക്സ്, നമുക്ക് ഏത് കൊല്ലത്തെ ഇൻകം ആണോ കാണിക്കുന്നത്, അപ്പോൾ ആ കൊല്ലത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ഈ ഡോക്യുമെൻ്റ് നമ്മൾ കൂടെ വെക്കണം. പിന്നെ അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അങ്ങനെ വെക്കണം എന്നുള്ളത്. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സെക്ഷൻ 184 കണ്ടീഷൻസ് പാലിക്കണില്ല എന്നർത്ഥം. ഓക്കെ. മൂന്നാമത്തത്, വേറെ ഫേം ഈസ് അസസ്ഡ് ആസ് സച്ച് ഫോർ എനി അസസ്മെൻറ്റ് ഇയർ. ഏതെങ്കിലും ഒരു വർഷം ഫേം പിന്നെ ഇങ്ങനെ ഫേമായിട്ട് ഇപ്പോൾ ഈ സെക്ഷൻ 184 സെക്ഷൻ പാലിക്കുന്ന ഫേമായിട്ട് അസസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷാൾ ബി അസസ്ഡ് ഇൻ ദ സെയിം കപ്പാസിറ്റി ഫോർ എവറി സബ്സിക്വൻറ്റ് ഇയർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ വർഷങ്ങളിലും എന്തെന്നെ ആയിരിക്കും ഈ ഫേമിനെ ഈ സെക്ഷൻ 184 കണ്ടീഷൻസ് പാലിക്കുന്ന ഫേമായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ അസസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇഫ് യു ആർ മേക്കിംഗ് എനി ചേഞ്ചസ്, ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ മരിച്ചു, വേറൊരു പാർട്ട്ണർ വന്നു, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറെ പിരിച്ചു വിട്ടു, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറെ പാർട്ട്ണറെ പുതിയ പാർട്ട്നേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അങ്ങനെ നമ്മൾ ഇതിൻ്റെ നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡുകളിൽ നമ്മൾ മാറ്റം വരുത്തി, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചുകൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പുതിയ ഡോക്യുമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 184 കണ്ടീഷൻ പാലിക്കണില്ല എന്നർത്ഥം. ഇനി അങ്ങനെ അതിൻ്റെ അകത്ത് യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അസസ്ഡ് ആസ് ഇൻ സെയിം കപ്പാസിറ്റി ഫോർ എവറി സബ്സിക്വൻറ്റ് ഇയർ. ഓക്കെ. ഇനി എനി സച്ച് ചേഞ്ചസ് ഹാഡ് ടേക്കൺ പ്ലേസ്, ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഡോക്യുമെൻറ്റിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻ ദ പ്രീവിയസ് ഇയർ ദ ഫേം ഷാൽ ഫർണിഷ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ റിവൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ്. ക്ലിയർ അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ദർ ഈസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഫേം, ഇനി നോക്കുക, ഈ കമ്പനി എന്തെങ്കിലും ഫെയിലിയർ വരുത്തുകയാണെങ്കിൽ ടു കംപ്ലൈ സെക്ഷൻ 144 എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഫെയിലിയർ വരുത്തുകയാണെങ്കിൽ 144 സെക്ഷനിലാണ് എന്ത് പറയണത്, നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യണ പിന്നെ കണ്ടീഷൻസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും നോട്ടീസുകൾ വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് കൊടുക്കണ, പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് കൊടുക്കുന്ന കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞത് 144ലാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് എന്തെങ്കിലും റെസ്പോൺസ് കൊടുക്കാം, അത് പിന്നെ പാലിക്കാൻ മറക്കുക, അങ്ങനെ കൊടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഫെയിലിയർ നമ്മുടെ അടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫേമിനെ നമ്മൾ ഫേമായിട്ട് തന്നെ അസസ് ചെയ്യും. പക്ഷേ എന്തായിരിക്കും, ഇൻ സച്ച് കേസ് നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഓൺ ഇൻട്രസ്റ്റ്, സാലറി, ബോണസ് ഓർ കമ്മീഷൻ ഓർ എനി റെമ്യൂണറേഷൻ. നമ്മൾ ഏതെങ്കിലും റെമ്യൂണറേഷൻ വാട്ട് എവർ നെയിം കോൾഡ്, ഏത് പേരിൽ നമ്മൾ വിളിക്കപ്പെട്ടാലും ഏതെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് കൻ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദി ഡിഡക്ഷൻ. അത് നമ്മൾ ഡിഡക്ഷൻ ആ എമൗണ്ടുകൾ കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു, 144 നമ്മൾ സെക്ഷനിൽ 144 പറഞ്ഞ കണ്ടീഷൻസ് പാലിക്കുക നമ്മൾ പിന്നെ ഫെയിലിയറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് പാലിക്കാതിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കും, ഈ പിന്നെ ഡിഡക്ഷൻസുകൾ അനുവദിക്കില്ല. അപ്പോൾ ഒരു ഫേം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, സെക്ഷൻ 184 സെക്ഷൻ പാലിക്കുന്ന ഫേം ആയിരിക്കാനാണ് ആഗ്രഹിക്കുക. കാരണം അങ്ങനെ 184 പാലിക്കുന്നതാണെങ്കിൽ അവർക്ക് ഡിഡക്ഷൻ, ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സാലറി ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് അവരുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി 184 പാലിക്കാത്ത കമ്പനി നോക്കുക, അസസ്മെൻറ്റ് വെൻ സെക്ഷൻ 184 നോട്ട് കംപ്ലൈഡ് വിത്ത് നോക്ക്, അവിടെയും നമ്മൾ 144 കംപ്ലൈ ചെയ്യണില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് നോ ഡിഡക്ഷൻ ബൈ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ പാർട്ട്ണർ, സാലറി പെയ്ഡ് ടു ദ പാർട്ട്ണർ, bonus given to the partner, commission given to the partner, or any remuneration by whatever name called to the partners, paid to the partners, will not be allowed as deduction from their income. ഇൻകത്തിന് അത് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കില്ല. മനസ്സിലായോ? സച്ച് ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ എനി റെമ്യൂണറേഷൻ ഷാൾ നോട്ട് ബി ചാർജബിൾ ടു ടാക്സ്. പക്ഷേ അതിലൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടോ, സച്ച് ഇൻട്രസ്റ്റ്, ഈ പോയിന്റ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണർക്ക് കമ്പനി ഫേം കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഒരു ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതുപോലെ സാലറി, വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, അങ്ങനെയൊക്കെ നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുത്തു എന്ന് കരുതിക്കോ. പക്ഷെ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ഫേമിന് അനുവദിക്കണില്ല. ഫേമിന് അതൊരു ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷനായിട്ട് അനുവദിക്കണില്ല. കാരണം അത് സെക്ഷൻ 184 പാലിക്കാത്തത് കൊണ്ട് അത് ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻകംസ് ഒന്നും പാർട്ട്ണറുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പാർട്ട്ണർ പിന്നെ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ഡബിൾ ടാക്സേഷൻ ആവും. പാർട്ട്ണറും ടാക്സ് കൊടുക്കും, അതുപോലെ കമ്പനിയും ടാക്സ് കൊടുക്കും. കാരണം കമ്പനീൻ്റെ ഇൻകത്തിൽ നിന്ന് അത് ഡിഡക്ഷനായിട്ട് അനുവദിക്കാത്ത കാരണം കൊണ്ട് കമ്പനി അതിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിന് അത് സ്വീകരിക്കുന്നതിന് പേരിൽ പാർട്ട്ണറും കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സെയിം ഇൻകത്തിന് 2 പ്രാവശ്യം ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഇൻകത്തിന് പാർട്ട്ണർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നിങ്ങൾക്ക് സെക്ഷൻ 84 എന്താ, സെക്ഷൻ 184 എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നോക്കുക,
നമ്മൾ ഒരു ഫേമിൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയണത് നമ്മൾ 2 സ്റ്റെപ്സാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ഒന്ന്, നമ്മൾ അതിൻ്റെ ആ ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ആ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുക. ഫേമിൻ്റെ ടോട്ടൽ ഇൻകം അത് നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം പറഞ്ഞതുപോലെ തന്നെയാണ്. ടോട്ടൽ ഇൻകത്തിന് നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകത്തിന് നമ്മൾ ഓരോ കാറ്റഗറിയിൽ ഓരോ സ്ലാബ് റേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സ്ലാബ് റേറ്റ് ഉണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും 30% ഫ്ലാറ്റ് റേറ്റിലാണ് നമ്മൾ ആ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ സെക്ഷൻ 112 ഒക്കെ ആണെങ്കിൽ നമ്മൾ 15%, 10% ആസ് ദ കേസ് മേ ബി. അതേപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ഒക്കെ ഉള്ള നമുക്ക് അത് നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ച സ്ഥലത്ത് നമ്മൾ പഠിച്ചു. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112 പാലിക്കുകയാണെങ്കിൽ 10% ആണ്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10%, 20% ആസ് ദ കേസ് മേ ബി സെക്ഷൻ 112. അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111 15% ആണ് പറയണത്. ആ കേസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഇൻകത്തിനും 30% ആണ് ഏതിൽ കമ്പനീൻ്റെ ടാക്സ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. സർചാർജ് ഉണ്ടാവും 12% ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 1 crore rupees. നമ്മൾ സർചാർജ് ഇൻഡിവിജ്വൽസിന് 10% അല്ലേ പറഞ്ഞത്. ഇവിടെ പക്ഷേ ഫേംസിന് എന്തായിരിക്കും 12% സർചാർജ് ഉണ്ടാവും ഇഫ് ദ ഇൻകം എക്സീഡ്സ് 1 crore rupee. 1 crore rupeeൻ്റെ മേലെ ആണ് നമ്മൾ പോവുകയാണെങ്കിൽ എന്താക്കണം, 12% ടാക്സിൻ്റെ മേലെ സർചാർജ് കൊടുക്കണം. അതുപോലെ മാർജിനൽ റിലീഫ് ഉണ്ടാവും. മാർജിനൽ റിലീഫ് ഞാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ളത്. അതുപോലെ ഇവിടെയും മാർജിനൽ റിലീഫ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്സാണുള്ളത്. ഒന്ന് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ആ എമൗണ്ട് എടുത്ത് ബാക്കിയുള്ള ഇൻകംസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നോക്കുക. അതിൻ്റെ പ്രൊഫോമയാണ് ഞാൻ തന്നിട്ടുള്ളത്. ഒന്ന്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കമ്പനിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്കൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ കുറേ ഡിഡക്ഷൻസുകൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഫേം എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അനുവദിക്കാത്ത ഡിഡക്ഷൻസുകളൊക്കെ ചിലപ്പോൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സെക്ഷൻ 28 മുതൽ സെക്ഷൻ 44 DB വരെയുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ സെക്ഷൻസാണ്. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽസിൽ പഠിച്ച അതേ സെക്ഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലതൊന്നും അനുവദിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൊണേഷൻ നമ്മളുടെ ഏതെങ്കിലും കുടുംബക്കാർക്ക് എന്തെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഡൊണേഷൻ കൊടുത്തു. അത് നമ്മളുടെ കമ്പനീൻ്റെ ഫേമിൻ്റെ ഇതിൽ ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ ഇതിലോ ഫേമിൻ്റെ ഇതിലോ നമ്മൾ ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം. നമ്മളെ ബിസിനസ്സിൻ്റെ ഡിഡക്ഷനായിട്ട് അനുവദിക്കാത്ത കുറേ ഡിഡക്ഷൻസ് ഒരു പക്ഷേ നമ്മൾ ഡിഡക്ഷനായിട്ട് കാണിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഡിഡക്ഷൻസ് നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഫേമിൻ്റെ എത്രയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആഡ് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നോട്ട് കവേർഡ് അണ്ടർ സെക്ഷൻ 28 to 44D. അതുപോലെ റെമ്യൂണറേഷൻ ടു ദ പാർട്ട്നേഴ്സ് ഇഫ് ഡെബിറ്റഡ്. പാർട്ട്നേഴ്സിന് എന്തെങ്കിലും റെമ്യൂണറേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അനുവദിക്കാത്തതാണ്, അനുവദിക്കണതുണ്ട്, അത് നമ്മൾ എന്താക്കും, അനുവദിക്കുന്ന എമൗണ്ടിൽ നമ്മൾ ലെസ് ചെയ്യും. ഏത് സെക്ഷൻ 184 പാലിക്കുകയാണെങ്കിൽ നമ്മൾ സാലറി, ഇൻട്രസ്റ്റ് ഇതൊക്കെ നമ്മൾ അനുവദിക്കും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് നമ്മൾ രണ്ടാമത് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കാത്തത് മുഴുവനായിട്ട് നമ്മൾ തിരിച്ചടയണം. എന്നിട്ട് രണ്ടാമത് അനുവദിച്ച അത്ര പോർഷൻ നമ്മൾ കുറക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസലവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ മേലെ നമ്മൾ കൊടുക്കുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് മാക്സിമം 12% വരെ അനുവദിക്കാൻ പാടുള്ളൂ. അപ്പോൾ 12% മേലെ നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ മേലെ 12% മേലെ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് അതിന് നമ്മൾ തിരിച്ചടയണം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് വിച്ച് ആർ ഡിസലൗഡ് ഇൻ ഫസ്റ്റ് എബോ ആൻഡ് ഇൻകംസ് ഫ്രം ഓൾ അതർ സോഴ്സസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ഉണ്ടാവും. മേലെ പറഞ്ഞിട്ടുള്ള ഇൻഅഡ്മിസിബിൾ രണ്ടാമത്തെ ഐറ്റംസും ഇപ്പോൾ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നോട്ട് കവർഡ് സെക്ഷൻ, അതിൽ നമ്മൾ അഡ്മിസിബിൾ ആയിട്ടുള്ളത് എത്രയാണോ അതിനെ നമുക്ക് കുറക്കാം. അതാണ് ഇവിടെ അഡ്മിസിബിൾ ഐറ്റംസ് വിച്ച് ആർ ഡിസലൗഡ് ഇൻ സെക്ഷൻ 1 എബോ എന്ന് പറഞ്ഞത്. 1 എബോ എന്ന് പറഞ്ഞത് 1ഉം 2ഉം. ഓക്കെ, എത്രയാണോ അനുവദിച്ചിട്ടുള്ളത് അത്ര നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കുറക്കാം.
പിന്നെ അതുപോലെ ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ്, വേറെ ഏതെങ്കിലും സോഴ്സസിൽ നമ്മൾ ഇൻകംസ് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഇൻകാറ്റി കാണിക്കാൻ പാടില്ല. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്താണ്, ബുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ ഇത് നമ്മൾ എന്താക്കണം, അത് നമ്മൾ കുറച്ചിട്ട് നമുക്ക് അപ്പോൾ കിട്ടുന്നതാണ് കമ്പനീൻ്റെ പ്രോഫിറ്റ്, ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്. അപ്പോൾ കമ്പനീൻ്റെ ബിസിനസ് ഒരു പ്രൊഫഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ്, ഇതോടെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ ഇൻകം ആയി. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ വർക്കിംഗ് പാർട്ട്ണർ. അപ്പോൾ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് പറഞ്ഞതിൻ്റെ അകത്ത് ഇതിൽ സെക്ഷൻ 1 മാത്രം എടുത്താൽ മതി. ഓക്കെ, റെമ്യൂണറേഷൻ ഇവിടെ ബിസിനസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറക്കണ്ട. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെമ്യൂണറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ 1ലുള്ള അഡ്മിസിബിൾ പോർഷൻ മാത്രം എടുത്താൽ മതി, 2ലുള്ള അഡ്മിസിബിൾ പോർഷൻ എടുക്കണ്ട. കാരണം അതെന്താണ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ കൊടുത്തതിൽ കുറച്ച് എമൗണ്ട് അഡ്മിസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അഡ്മിസിബിൾ ആയിട്ടുള്ളത് ഇവിടെ കുറക്കണ്ട, ഈ ഭാഗത്ത് കുറക്കണ്ട. കാരണം അത് നമ്മൾ ഇവിടെ കുറക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഷൻ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഒന്നാമത് നമ്മൾ റെമ്യൂണറേഷൻ വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തുള്ള റെമ്യൂണറേഷൻ നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിന് കുറക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കുറക്കാം. ബുക്ക് പ്രോഫിറ്റിന് കുറക്കണ്ടെന്നേ ഉള്ളൂ, പക്ഷേ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ കുറക്കുമ്പോൾ നമുക്കത് കുറക്കാം. ക്ലിയർ ആയാലോ? അത് നമ്മൾ ഇതാണ് നമ്മളുടെ പിന്നെ അതിൻ്റെ കണ്ടീഷൻ. അത് എങ്ങനെയാണ് കുറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആക്ച്വൽ റെമ്യൂണറേഷൻ എത്രയാണോ അത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40B. 40Bയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ഇതിൽ ഏതാണോ ഏറ്റവും ചെറുത് അതാണ് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണെന്ന് അറിയാമെന്നുള്ളതാണ് ഒരു കാര്യം. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് പോകാൻ. ഇനി രണ്ടാമത്തത് അതിൽ വേറെ ഏതെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഗെയിൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ കിട്ടി. ഇനി വേറെ ഏതെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ ആ ഇൻകംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടി. ഗ്രോസ് ടോട്ടൽ ഇൻകത്ത് നമുക്ക് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസുകൾ നമ്മൾ കുറച്ചു. ഇതിൽ പക്ഷേ നമുക്ക് 80Cയിലും 80U വരെ എന്ന് പറയുമ്പോഴും നമുക്ക് എന്തുണ്ടാവില്ല, ഇൻഡിവിജ്വൽസിനുള്ള എല്ലാ സെക്ഷൻസും ഇതിൽ അപ്ലിക്കബിൾ ആവില്ല. ഇതിൽ ഇങ്ങനെ സെക്ഷൻ 80C തൊട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 80G, 80GGA, 80GGC, 80IA അങ്ങനെയുള്ള സെക്ഷൻസുകൾ ഇതിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ 80C തൊട്ട് 80U വരെ ഫേമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷനുകളിലുള്ള ഡിഡക്ഷൻസുകളൊക്കെ നമ്മളിവിടെ ടോട്ടൽ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഈ ടോട്ടൽ ഇൻകമാണ്. പിന്നെ നമ്മൾ ഈ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. 30% ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ എന്താക്കണം, ടാക്സ് കൊടുക്കണം. അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് 15% ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 112 ആണെങ്കിൽ 10% or 20% ആസ് ദ കേസ് മേ ബി. പിന്നെ 12A ആണെങ്കിൽ 10%. ഇതൊക്കെ നമുക്ക് അറിയാം, നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ച സ്ഥലത്ത് പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടെ പിന്നെ നിങ്ങളൊന്ന് നോക്കുക, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ധാരണ കിട്ടും. അഥവാ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ അകത്ത് അങ്ങനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ വന്നാൽ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള അതർ ഇൻകത്തിന് 30% ഫ്ലാറ്റ് റേറ്റിൽ ചാർജ് ചെയ്യണം. സ്ലാബ് റേറ്റ് അല്ല എന്നർത്ഥം. അതാണ് ടോട്ടൽ ഫേമിൻ്റെ ഇൻകം. അത് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ഇൻകം ഉള്ളത് അതാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എക്സ്പെൻസസ് ഡിസലൗഡ്. ഇതിൽ സെക്ഷൻ 40B നമ്മൾ പറഞ്ഞല്ലോ, 40Bയിൽ നമ്മളൊരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സെക്ഷൻ 40B അക്കോർഡിംഗ് ടു സെക്ഷൻ 40B എന്താണെന്നുള്ളത് നോക്കാം. സാലറി, ബോണസ്, കമ്മീഷൻ ഓർ അതർ റെമ്യൂണറേഷൻ പെയ്ഡ് ഓർ പേയബിൾ ടു ദ സ്ലീപ്പിംഗ് പാർട്ട്ണർ. നമുക്ക് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പാർട്ട്ണർ അല്ലാത്ത പാർട്ട്ണർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത് മാത്രമേ അലൗഡ് ആവുള്ളൂ. ഓക്കെ, പേയ്മെൻറ്റ്സ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അനുസരിച്ചല്ലാതെ കൊടുക്കുന്നതും എന്തല്ല, നമുക്ക് അലൗഡ് അല്ല. ഓക്കെ, പിന്നെ അതുപോലെ പേയ്മെൻറ്റ്സ് ഓഫ് റെമ്യൂണറേഷൻ ടു എനി പീരിയഡ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നത്തെ പീരീഡിലേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിൽ റെമ്യൂണറേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്തല്ല, അലൗഡ് അല്ല. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ പാർട്ണർ എക്സീഡിങ് 12% വരെയാണ് മാക്സിമം അലോ ചെയ്യുള്ളൂ, അതിന് മേലേക്ക് അലോ ചെയ്യില്ല. പിന്നെ പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ, ഇതാണ് നമ്മൾ സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പിന്നെ ഉണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം 3 ലക്ഷം വരെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോസ് ആണെങ്കിൽ ലോസിൻ്റെ 90 അതിന് നമ്മൾ കുറക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഒന്നുകിൽ 1,50,000 അല്ലെങ്കിൽ എത്രയാണോ ലോസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും അതിൻ്റെ 90% വിച്ച് എവർ ഈസ് ഹയർ. ഓക്കെ, അതിലേതാണോ ഹയസ്റ്റ് എമൗണ്ട് അതാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം 1,50,000 വരെ അവിടെ വരുള്ളൂ. ഇനി 3 lakh വരെയാണ് ഇൻകെങ്കിൽ അതിൻ്റെ 90% വരും. അപ്പോൾ അതാണ് ഹയർ എങ്കിൽ അത് നമുക്ക് കുറക്കാം. ഓക്കെ, ഇപ്പോൾ 3 lakh തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അത് 2,70,000 വരുമല്ലോ. അപ്പോൾ നമുക്ക് 2,70,000 വരെ കുറക്കാം. ഇനി 3 ലക്ഷത്തിന് മേലെ നമുക്ക് ഇൻകം വരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ലക്ഷത്തിന് ഈ പറഞ്ഞിട്ടുള്ള 90%, പിന്നെ അവിടുന്ന് ബാലൻസ് എമൗണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിൻ്റെ 60%. അത് ടോട്ടൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് അത്രയാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ലോസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ, ലോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സാണ് ഫേം നടത്തുന്നതെങ്കിൽ കമ്പനീൻ്റെ വേറെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ടും അത് ലോസ് ബാക്കിയാണെങ്കിൽ യു ക്യാൻ ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ നെക്സ്റ്റ് 4 years ടു ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ദ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം. ഓക്കെ, ഇനി അതുപോലെ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ യു ക്യാൻ സെറ്റ് ഓഫ് ദാറ്റ് ഇൻകം ടു എനി അതർ ബിസിനസ് പ്രോഫിറ്റ് ഓർ ഫേം. business profit of the firm, അത് സ്പെക്കുലേറ്റീവ് ആവും നോൺ സ്പെക്കുലേറ്റീവ് ആവും. ആൻഡ് യു ക്യാൻ ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ 8 years. ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ യു ക്യാൻ സെറ്റ് ഓഫ് ഇറ്റ് അഗേൻസ്റ്റ് ഓൺലി അഗേൻസ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് 8 years ടു ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ദ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ യു ക്യാൻ സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആസ് വെൽ ആസ് then you can carry forward it for next 8 years to be set off against short term capital gain or long term capital gain. Then unabsorbed depreciation ആണെങ്കിൽ you will get a chance to deduct that unabsorbed depreciation against business income or any other income. Okay, clear? ഇനി ഇല്ലസ്ട്രേഷൻ നോക്കുക. അപ്പോൾ നമ്മൾ സമയം കുറച്ച് അധികമായി. ഇല്ലസ്ട്രേഷൻ നോക്കുക. അത് പിന്നെ പേജ് നമ്പർ 580 ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ആണ്. നമ്മളിവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 580 ഇല്ലസ്ട്രേഷൻ നമ്പർ 2. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ഇല്ലസ്ട്രേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം XYZ ഇൻ വിച്ച് XYZ XY and Z are partners. Share profit and losses 1:2:3 was as per profit and loss account 131. അതുപോലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 1,31,800 ഫോർ ദ പ്രീവിയസ് ഇയർ 2019 and 20. ഇൻ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം 1,31,800. ദ ഫോളോയിങ് ഹാവ് ബീൻ ഡെബിറ്റഡ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സാലറി 1,30,000 ആൻഡ് 1,20,000 ടു എക്സിനും വൈക്കും പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുത്തിട്ട് സാലറിയാണ്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് 20% കൊടുത്തിട്ടുണ്ട്, 12% അനുവദിക്കുള്ളൂ, ബാക്കി 8% നമ്മൾ തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ 3,500, 14,000, 11,500 നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സിന് വൈക്ക് സെഡിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോണസ് 15,000 സെഡിന് മാത്രം, കമ്മീഷൻ 5,000, 12,500, 17,500 എക്സിന് വൈക്കും സെഡിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെഡ് ആണ് ബോറോഡ് capital for his investment in the firm and had paid interest of 7,500 separately to the lender. Okay, Z എന്താക്കിയിട്ടുണ്ട്, Z had borrowed capital for his investment in the firm and had paid interest of rupees 7,500 separately to the lender. 7,500 ഇപ്പോൾ ലെൻഡർക്ക് Z എന്താക്കിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, പിന്നെ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ആൻഡ് ടാക്സബിൾ ഇൻകം ഓഫ് ദ 3 പാർട്ട്നേഴ്സ്. 3 പാർട്ട്നേഴ്സിൻ്റെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ആർ വർക്കിംഗ് പാർട്ട്നേഴ്സ്. ദ ഫേം ഫുൾഫിൽസ് ദ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. ഫേം അത് ഈ കണ്ടീഷൻ പാലിക്കുന്നുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ഒന്നാമത്തത് നെറ്റ് പ്രോഫിറ്റ് 1,31,800. അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നു. ഇനി നമ്മൾ അഡ്മിസിബിൾ അല്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയണം. അപ്പോൾ ഐറ്റംസ് നോട്ട് അലൗഡ്. ഒന്നാമത് സാലറി
ടു എക്സ് ആൻഡ് വൈ. എക്സിന് വൈക്ക് സാലറി കൊടുത്തില്ല, റെമ്യൂണറേഷൻ കൊടുത്ത് തിരിച്ച് ആഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അത് പിന്നെ നമ്മൾ കുറക്കൽ എവിടെയാണ്, നമുക്ക് പിന്നെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് സ്പെസിഫൈഡ് ലിമിറ്റ് വരെ കുറക്കുക ചെയ്യാം. അപ്പോൾ ഇവിടെ 1,30,000 ആൻഡ് 1,20,000 ടോട്ടൽ 2,50,000 നമ്മൾ എന്താക്കി, നമ്മൾ കുറച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സെഡിന് നമ്മൾ എന്ത് ചെയ്തു, ബോണസ് കൊടുത്തിട്ടുണ്ട് 15,000, അത് നമ്മൾ കുറച്ചു. പിന്നെ അതുപോലെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ആർക്ക്, എക്സിനും വൈക്കും സെഡിനും കൊടുത്തിട്ടുണ്ട്. അത് 5,000, 12,500, 17,500, അത് നമ്മൾ തിരിച്ചാഡ് ചെയ്തു. ഓക്കെ. എന്ന് മാത്രമല്ല പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ എക്സസ് ഓഫ് 12%. 12%ൻ്റെ മേലെ എത്രയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ആളെടുക്കുക, ഫസ്റ്റത്തെ ആളെടുക്കുക. ഫസ്റ്റത്തെ ആൾക്ക് നമ്മൾ പിന്നെ 3,500 കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ആളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 3,500. നിങ്ങൾ ആ പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണും അത് 20%. അപ്പോൾ എന്താ ചെയ്യുക, 3,500 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 12 വരെയാണ് നമുക്ക് അനുവദിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതാണ് അലൗഡ്. അതിൻ്റെ ബാക്കി 3,500 ആ എമൗണ്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തില്ല, 3,500 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 12 ആഡ് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ആ എമൗണ്ട് 3,500 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,400 കിട്ടും. ഓക്കെ. ആ 1,400 എന്ത്, ആ 1,400 നിങ്ങൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,100 അലൗഡ്. ബാക്കി 1,400 എന്ത് ചെയ്യണം, നിങ്ങൾ തിരിച്ചാഡ് ചെയ്യണം. ഒന്നാമത്തെ ആളും അതേപോലെ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും. നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യാം. ഇവിടെ 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8% ഡിസലൗഡ്. അപ്പോൾ 3,500 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 8 എന്ന് കണ്ടാൽ ഡയറക്റ്റ് 1,400 കിട്ടും. നമുക്ക് അങ്ങനെയും ചെയ്യാം. ആ എക്സിനും വൈക്കും സെഡിനും കണ്ട് അതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്തു. അതൊക്കെ ആഡ് ചെയ്ത് ഇനിയൊന്നും നമുക്ക് ഡിസലൗഡ് വേറെ ഒന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടി 4,43,000 എന്ന് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇൻകം നമ്മൾ ആദ്യം ബുക്ക് പ്രോഫിറ്റ് നമ്മൾ 4,43,000 എഴുതി. നമുക്ക് ബിസിനസ് പ്രോഫിറ്റ് ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഇൻകം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഒരു പ്രൊഫഷൻ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള റെമ്യൂണറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ആക്ച്വൽ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, അതല്ലെങ്കിൽ സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, റെമ്യൂണറേഷൻ ഇത് വർക്കിംഗ് പാർട്ണർ, ഒന്ന് നമ്മൾ സാലറി, ബോണസ്, കമ്മീഷൻ, ഇത് 3 റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നമുക്ക് അത് 3 കൂടെ കൂട്ടുമ്പോൾ സാലറി, ബോണസ്, കമ്മീഷൻ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണമെന്ന് നോക്കുക. ഓക്കെ. അത് 3 കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 3 ലക്ഷം എന്ന് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതൊരു എമൗണ്ട്. പിന്നെ രണ്ടാമത്തേത് എന്താണ്, നമ്മുടെ പിന്നെ ആദ്യത്തെ നമ്മൾ പ്രോഫിറ്റിൻ്റെ 90%, പ്രോഫിറ്റ് എന്തിന് മേലെ ഉണ്ടെങ്കിൽ 3 ലക്ഷത്തിന് മേലെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 ലാഖിന് 90%, ബാക്കിയുള്ള എമൗണ്ടിന് 60%. ഇവിടെ നമുക്ക് 4,43,000 ഉണ്ടല്ലോ, നമ്മുടെ പ്രോഫിറ്റ് 4,43,000 ആണല്ലോ. അതുകൊണ്ട് ആദ്യത്തെ 3 ലക്ഷത്തിന് 90%, പിന്നെ 1,43,000-ന് 60%. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2,70,000 പ്ലസ് 85,800 എന്ന് കിട്ടും. ടോട്ടൽ 3,55,000 എന്ന് കിട്ടും. വിച്ച് എവർ ഈസ് ലെസ് ക്യാൻ ബി ഡിഡക്റ്റഡ് എന്നാണ്. അപ്പോൾ 3 ലക്ഷം എന്നുള്ളതാണ് എന്ത്, ഇതിൽ നമുക്ക് ലെസ്. അതുകൊണ്ട് നമുക്ക് യു ക്യാൻ റെഡ്യൂസ് 3 ലക്ഷം നിങ്ങൾക്ക് അഡ്മിസിബിൾ ആണ്. അപ്പോൾ 4,43,000 യു വിൽ ഡിഡക്റ്റ് സബ്ട്രാക്ട് 3 ലക്ഷം ആൻഡ് യു വിൽ ഗെറ്റ് എ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം മീൻസ് യുവർ ബിസിനസ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ 1,43,000 കിട്ടി. ഇവിടെ പ്രോബ്ലത്തിൽ നമുക്ക് വേറെ ഒരു ഇൻകം തരാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ദാറ്റ് ഓൾസോ. എന്നിട്ട് ടാക്സബിൾ ഇൻകം, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഡിഡക്ഷൻസും പറഞ്ഞിട്ടില്ല. സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും നമ്മൾ പ്രോബ്ലത്തിൻ്റെ അകത്ത് പറയാത്തത് കൊണ്ട് ഇത് തന്നെയാണ് എന്ത്, നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം. ആൻഡ് ദാറ്റ് ടാക്സബിൾ ഇൻകം വിൽ ബി ട്രാൻസ്ഫേർഡ് വിൽ ബി ഗിവൺ ടു യുവർ പാർട്ട്നേഴ്സ്. ഓക്കെ. ആ പാർട്ട്നേഴ്സിന് നമ്മളത് കൊടുക്കും. അപ്പോൾ ഇനി പാർട്ട്നേഴ്സിൻ്റെ കേസിൽ അവർക്ക് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് പിന്നെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, ക്യാപിറ്റലും റെമ്യൂണറേഷനും മാത്രമാണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 1,43,000 ഫേം ടാക്സ് കൊടുത്തിട്ട് 30% ടാക്സ് കൊടുത്തിട്ട് ബാക്കി ഇവർക്ക് പിന്നെ ഇവരുടെ പിന്നെ ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻറ്റ് എക്സംപ്റ്റഡ് ആണെന്ന് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 10 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫേമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഡിവിഡൻറ്റ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് ആ ഡിവിഡൻറ്റ് നമ്മൾ പിന്നെ ഇതിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ട. പകരം ഇവർക്ക് റെമ്യൂണറേഷന്, ബോണസ്, കമ്മീഷൻ, ഇൻട്രസ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകത്തിൽ വരിക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,500
പിന്നെ അതുപോലെ 14,000 14,500 നമ്മോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ എടുക്കുന്നത് ആ 12% മാത്രമേ എടുക്കുള്ളൂ. കാരണം ബാക്കിയുള്ള 8% കമ്പനി തിരിച്ച് ആഡ് ചെയ്തല്ലോ. നമ്മൾ ആദ്യം ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ചെയ്തില്ലേ. അപ്പോൾ അതിന് നമ്മൾ കമ്പനി ഫേമിന് എന്താക്കിയിട്ടുണ്ടാവും, ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡബിൾ ടാക്സേഷൻ വരാതിരിക്കാൻ ബാക്കി 12% ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ റെമ്യൂണറേഷൻ 1,35,000, 1,32,500 ആൻഡ് 32,500. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? 1,35,000 ഇതൊക്കെ കിട്ടിയത് അത് നിങ്ങൾ പ്രോബ്ലം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സാലറി ഇവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ 1,30,000 ആർക്ക് എക്സിന് കിട്ടിയത്. വൈക്ക് 1,20,000. എക്സിന് വൈക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആ 1,30,000 മാത്രമല്ല, പിന്നെ അവർക്ക് എന്തുണ്ട്, അതിൻ്റെ കൂടെ അവർക്ക് എന്തും കൂടെ കൊടുത്തിട്ടുണ്ട്, കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. എക്സിന് 5,000 ആണ്. അതാണ് 1,30,000 പ്ലസ് 5,000 ആണ് 1,35,000. ഓക്കെ. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള കമ്മീഷനും അവർക്ക് കിട്ടിയിട്ടുള്ള ബോണസ്, കമ്മീഷന്, റെമ്യൂണറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ റെമ്യൂണറേഷൻ എന്ന് പറയുക. അതൊക്കെ കൂട്ടി ഓരോരുത്തരുടെയും ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ദിസ് ഈസ് വാട്ട് ദെയർ ടോട്ടൽ ഇൻകം. ഒന്നാമത്തെ പ്രോബ്ലം അതാണ്. ഇങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇല്ലസ്ട്രേഷൻ 2, ഇല്ലസ്ട്രേഷൻ 3 ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം, ഇപ്പോൾ 30 മിനിറ്റ്സായി, 30 മിനിറ്റായി നമ്മുടെ വീഡിയോ. അപ്പം ഇത് നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങൾ കേൾക്കുക. ഇത് ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കുക. ഇല്ലസ്ട്രേഷൻ 2, ഇല്ലസ്ട്രേഷൻ 3 ഞാനിതിൽ സൊല്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 2 ദിവസത്തെ സമയം ഞാൻ തരും. 2 ഡേയ്സാണ് നിങ്ങളുടെ അനുവദിക്കപ്പെട്ട സമയം. ഓരോ ദിവസവും അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസിനുണ്ടാവും ചോദ്യം എത്ര ഇല്ലസ്ട്രേഷൻസ്, എത്ര പിന്നെ എക്സർസൈസ് പ്രോബ്ലം ചെയ്തു എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ദിവസ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങളതിൻ്റെ ഇല്ലസ്ട്രേഷൻസും എക്സസൈസസും ഇതിൽ ചെയ്യണം. ആ തുടക്കത്തിൽ മാത്രം ചെയ്തു വെച്ചാൽ പോരാ. തുടക്കത്തിലുള്ളത് ഒന്ന് 2-3 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധാരണ കിട്ടും. പിന്നെ ബാക്കി വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രോബ്ലം നിങ്ങൾ ചെയ്യണം എന്നില്ല. കാരണം നമ്മൾ മുമ്പ് ചെയ്തു വെച്ചത് പോലെ തന്നെയാണെങ്കിൽ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ അവസാനത്തൊക്കെ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫേമിൻ്റെ ടാക്സ് കൊടുക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ട് പിന്നെ മാക്സിമം പരമാവധി പ്രോബ്ലംസൊക്കെ ചെയ്യുക. നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് 2 ദിവസമാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ആ 2 ദിവസത്തിനകത്ത് ചെയ്യുക. 3-ാമത്തെ ദിവസമാണ് നാളെ മറ്റന്നാളും ക്ലാസ് ഉണ്ടാവില്ല. നാളെ മറ്റന്നാൾ അറ്റൻഡൻസ് മാത്രമേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യാനുള്ള സമയമാണ്. ഇനി അതിൻ്റെ അടുത്ത ക്ലാസ് നമ്മൾ AOP BOA തുടങ്ങും. അപ്പോൾ ഇത് പെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.